പ്രണയതാണ്ഡവം. രചന സംഭാഷണം രുദ്രപ്രിയ. ഭാഗം 11. ജയിലിൽ ശ്രീധരന് ഒട്ടുമേ പറ്റുന്നുണ്ടായിരുന്നില്ല. ആദ്യത്തെ ആവേശമൊക്കെ ആറിത്തണുത്തു. ഇപ്പോൾ ഓരോ ദിവസവും ഭയത്തോടെയാണ് കടന്നു പോകുന്നത്. ഹരീഷ് ജയിലിനുള്ളിൽ തന്നെ തടവുപുള്ളികളുടെ ഒരു ടീമുണ്ടാക്കി. മകളെ ഉപദ്രവിക്കാൻ ശ്രമിച്ച കുറ്റമായതുകൊണ്ട് തന്നെ വരുന്നവരും പോകുന്നവരും ഒക്കെ നല്ലവണ്ണം ശ്രീധരനെ കൈകാര്യം ചെയ്യാൻ തുടങ്ങി. ജയിലിൽ വന്ന ദിവസം ശ്രീധരൻ പറഞ്ഞ ഡയലോഗായിരുന്നു പ്രധാന കാരണം. എൻ്റെ തോട്ടത്തിൽ വിരിഞ്ഞ പൂവ് എനിക്കിഷ്ടമുള്ളതുപോലെ ചെയ്യും. അത് ചോദിക്കാൻ ഒരു കോടതിക്കും നിയമത്തിനും അവകാശമില്ല. അപ്പറച്ചിൽ തൊട്ടാണ് ശ്രീധരൻ്റെ ശരീരത്തിന് റെസ്റ്റ് ഇല്ലാത്ത അവസ്ഥയായത്. ഓരോ തവണ ശ്രീധരൻ്റെ ശരീരം നോവുമ്പോഴും അതിനിരട്ടിയായി ബാലയോടുള്ള പ്രതികാരം അയാളിൽ ആളിക്കത്തി. തന്നെ തല്ലാൻ വരുന്നവരോടൊക്കെ ആവുന്ന പോലെ ശ്രീധരൻ പിടിച്ചു നിൽക്കാൻ നോക്കി. 10 എണ്ണം ഇങ്ങോട്ട് കിട്ടുമ്പോൾ ഒരെണ്ണമെങ്കിലും തിരികെ കൊടുക്കാൻ. ഒടുവിൽ അതിനും വയ്യാത്ത അവസ്ഥയായപ്പോൾ സ്വയം പുച്ഛം തോന്നി ശ്രീധരന്. ഇതിനൊക്കെ കാരണക്കാരിയായവളെ കൊല്ലാനുള്ള ദേഷ്യവും. ശ്രീധരനോടൊപ്പം സെല്ലിൽ കഴിയുന്നത് പ്രായമായ ഒരാളാണ്. സ്വന്തം മകളെ ഉപദ്രവിച്ചവനെ കൊന്ന കേസിലെ പ്രതി. ശ്രീധരൻ അയാൾക്കൊപ്പം കഴിയാൻ ആദ്യം വിസമ്മതിച്ചു. കാരണം ഭയം തന്നെയായിരുന്നു. ഒടുവിൽ ഒരാഴ്ചയായപ്പോൾ ഒരിക്കൽ ശ്രീധരൻ്റെ ഒച്ചയും നിലവിളിയും കേട്ടാണ് വാർഡൻ ഉൾപ്പെടെയുള്ളവർ ഓടിക്കൂടിയത്. അന്ന് ശ്രീധരനെ എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത വിധത്തിൽ അടിച്ചവശനാക്കിയിരുന്നു അയാൾ. ശ്രീധരൻ്റെ മർമ്മസ്ഥാനം ഉൾപ്പെടെ ഉള്ളിടത്ത് മുറിവായിരുന്നു. ഏകദേശം 2 ആഴ്ച അയാൾക്ക് കിടന്ന കിടപ്പിൽ തന്നെ എല്ലാം ചെയ്യേണ്ടി വന്നു. അതിനുശേഷമാണ് തിരികെ ജയിലിലെത്തിയത്. ഇപ്പോൾ ശ്രീധരൻ മറ്റൊരു സെല്ലിലാണ്. അവിടെയുള്ള ആരോടും അയാൾ അധികം സംസാരിക്കില്ല. അവരാരും ശ്രീധരനോടും ഒന്നും പറയാൻ നിൽക്കില്ല. താൻ ഇങ്ങനെ എല്ലാവരോടും ചാടിക്കടിക്കാൻ നിന്നാൽ അതിനേ സമയമുണ്ടാകൂ. ഇവിടെ നിന്ന് പുറത്തു കടക്കണമെങ്കിൽ ആരെന്ത് ചെയ്താലും പറഞ്ഞാലും അതൊക്കെ കൊണ്ട് മിണ്ടാപ്രാണിയെപ്പോലെ നടക്കണം. എങ്കിൽ നല്ല നടപ്പിന് ചിലപ്പോൾ ശിക്ഷാ കാലാവധി കുറഞ്ഞു കിട്ടും. അല്ലാതെ തന്നെ ഈ മുരട്ട സ്വഭാവം വെച്ച് 5 കൊല്ലം കഴിയാതെ താൻ ഇവിടുന്ന് പുറം ലോകം കാണില്ല. അയാളുടെ ഉപദേശം ശരിക്കും ഏറ്റു. പിന്നീട് അങ്ങോട്ട് ശ്രീധരൻ നന്മമരമായി മാറുകയായിരുന്നു. എത്രയും പെട്ടെന്ന് ശിക്ഷാ കാലാവധി കുറച്ച് പുറത്തേക്കിറങ്ങണം. എന്നിട്ട് അമ്മയെയും മോളെയും ഒരു പാഠം പഠിപ്പിക്കണം. അംഗൻവാടിക്ക് പോകുമ്പോൾ ബാലയുടെ മനസ്സിൽ ഒരുപാട് ചിന്തകളായിരുന്നു, മറ്റുള്ളവരെ എങ്ങനെ ഫേസ് ചെയ്യുമെന്നോർത്ത്. എന്നാൽ അംഗൻവാടിയിൽ ചെന്നപ്പോൾ ഗോമതി ചേച്ചി അവളോട് വളരെ സ്നേഹത്തോടു കൂടിയാണ് പെരുമാറിയത്. ഇത്രയുമൊക്കെ ആ ദുഷ്ടനിൽ നിന്നും സങ്കടം അനുഭവിക്കേണ്ടി വന്ന ബാലയോട് അവർക്ക് വല്ലാത്ത സ്നേഹം തോന്നി. ബാലയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരാശ്വാസവുമായിരുന്നു. ചില പാരൻസ് കാര്യങ്ങൾ അറിഞ്ഞ് അവളോട് ചോദിക്കുമ്പോൾ മറ്റു ചിലർ അവളിൽ നിന്നും നിശ്ചിതമായ അകലം പാലിച്ചു. എങ്കിലും പ്രത്യക്ഷത്തിൽ അവളോട് ആരും അനിഷ്ടം കാണിച്ചില്ല. എന്നും വൈകുന്നേരം അംഗൻവാടിയിൽ നിന്നും കൊണ്ടുവരുന്ന ഉപ്പുമാവിന് വേണ്ടി ഉണ്ണിക്കുട്ടൻ കാത്തിരിക്കും. എത്രയൊക്കെ ബാലയെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞാലും അവൾ കൊണ്ടുവരുന്നതിൻ്റെ ആദായം പറ്റാൻ ലക്ഷ്മി കൃത്യമായും എത്തിയിരുന്നു. സുമ വീണ്ടും തൊഴിലുറപ്പ് പണിക്ക് പോയി തുടങ്ങി. കൂടെയുള്ളവർ അവളുടെ അവസ്ഥയോർത്ത് വല്ലാതെ പരിതാപപ്പെട്ടു. എന്തായാലും അയാളിനി കൊല്ലം കുറച്ച് കഴിഞ്ഞല്ലേ വരൂ. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും ബാലയുടെ വിവാഹം നടത്തണം ചേച്ചി. അപ്പോൾ അയാൾക്ക് അവളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഓരോരുത്തർ അവരുടെ ഭാഗം പറഞ്ഞു. തൽക്കാലം നീ ഇപ്പോൾ ഇതൊന്നും ആലോചിക്കേണ്ട, ജയ അവളെ സമാധാനപ്പെടുത്തി. ലക്ഷ്മിയുടെ കോളേജ് അടച്ചു, ഉണ്ണിക്കുട്ടൻ്റെ സ്കൂളും. ഇപ്പോൾ രണ്ടും വീട്ടിലുണ്ട്. വലിയ തോതിൽ ബാലയുമായി മിണ്ടാട്ടമൊന്നുമില്ലെങ്കിലും ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു ലക്ഷ്മി. ആദ്യ മാസം അംഗൻവാടിയിൽ നിന്ന് 3000 രൂപയാണ് സാലറി ലഭിച്ചത്. ബാലയ്ക്കത് എത്രയും പെട്ടെന്ന് അമ്മയുടെ കയ്യിൽ കൊണ്ടുകൊടുത്താൽ മതിയെന്നായി. ആദ്യമായി തനിയെ അധ്വാനിച്ച് കിട്ടുന്ന പൈസ ശമ്പളം വാങ്ങി അമ്മയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു. സുമ അതിൽ നിന്നും 500 രൂപ എടുത്തതിന് ശേഷം ബാക്കി 2500 രൂപ ബാലയുടെ കയ്യിൽ കൊടുത്തു. മോൾക്ക് കിട്ടുന്ന ശമ്പളം തൽക്കാലം ഇവിടെ ആവശ്യങ്ങൾക്കൊന്നും എടുക്കണ്ട. ഇവിടുത്തെ ആവശ്യങ്ങൾക്കുള്ളത് അമ്മ ചെലവാക്കുന്നുണ്ട്. ഇതെല്ലാം കൂട്ടി
നിനക്കൊരു സമ്പാദ്യമായി ഇരിക്കട്ടെ. അടുത്ത ദിവസം തന്നെ അവർ ബാലയെയും വിളിച്ചുകൊണ്ട് ബാങ്കിൽ പോയി ഒരു അക്കൗണ്ട് തുടങ്ങി. 1500 രൂപ അവളെക്കൊണ്ട് അപ്പോൾ തന്നെ അതിൽ ഡെപ്പോസിറ്റ് ചെയ്യിച്ചു. എല്ലാ മാസവും ഇതേപോലെ മോളുടെ ശമ്പളത്തിൽ നിന്നും ഒരു തുക ബാങ്കിലിടണം. നിനക്ക് എന്നായാലും പ്രയോജനപ്പെടും. ബാക്കിയുള്ള 1000 രൂപയിൽ നിന്നും 500 രൂപയ്ക്ക് ലക്ഷ്മിക്കൊരു ചുരിദാറും ഉണ്ണിക്കുട്ടന് നിക്കറും ഉടുപ്പും എടുത്തു. ബാലയുടെ കയ്യിലിരിക്കുന്ന പാക്കറ്റുകളിലായിരുന്നു ലക്ഷ്മിയുടെ കണ്ണുകൾ. ലക്ഷ്മിക്ക് നേരെ നീട്ടിയ കവർ കയ്യിലേക്ക് വാങ്ങുമ്പോൾ അത്ര താല്പര്യമില്ലാത്ത മട്ടിൽ അവളത് തുറന്നു നോക്കി. ഇളം പീച്ച് നിറത്തിലുള്ള ഭംഗിയുള്ള ഒരു ടോപ്പും ലെഗിൻസും. അത് കണ്ടപ്പോൾ കണ്ണുകൾ വിടർന്നുവെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ ഇഷ്ടപ്പെടാത്ത രീതിയിൽ അതുപോലെ കവറിലേക്ക് വെച്ചു. വലിച്ചു കയറ്റിയ മുഖവുമായി അകത്തേക്ക് കയറിപ്പോയി. മുറിയിൽ ചെന്നിരുന്ന പാടെ അവൾ ആ കവറ് തുറന്ന് ടോപ്പ് എടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച് ചാഞ്ഞും ചരിഞ്ഞും നിന്ന് നോക്കി. കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. ഉള്ളതിലിപ്പോൾ ഏറ്റവും നല്ലത് ഇതാണ്. ഇതൊക്കെ വാങ്ങിത്തരുന്നത് എന്നെ അവരുടെ സൈഡിലാക്കാൻ വേണ്ടിയാണ്. അതെന്തായാലും നടക്കില്ല. കാരണം അന്നൊരിക്കൽ അമ്മ മുടിക്കുത്തിന് പിടിച്ച് എന്നെ തല്ലുമ്പോൾ അതെല്ലാം കണ്ടുകൊണ്ട് വെറുതെ നിന്നതല്ലാതെ ബാലേച്ചി തടയുക പോലും ചെയ്തില്ല. ആ ദേഷ്യവും വാശിയും ലക്ഷ്മിയുടെ നെഞ്ചിൽ കിടന്ന് തിളച്ചു കൊണ്ടിരുന്നു. എൻ്റെ അച്ഛൻ പുറത്തിറങ്ങുന്ന ദിവസം വരെ മാത്രമേ ലക്ഷ്മി നിങ്ങളോടൊപ്പം നിൽക്കൂ. അത് കഴിയുമ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോകും. ഉണ്ണിക്കുട്ടന് പോലും ഇപ്പോൾ എന്നെ വേണ്ടാതായിട്ടുണ്ട്. എല്ലാം കൂടി ഓർത്തപ്പോൾ ലക്ഷ്മിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. അവളുടെ കയ്യിലിരുന്ന കവർ ഞെരിഞ്ഞമർന്നു. ആ മാസം അംഗൻവാടിയിൽ നിന്നും ശമ്പളം കിട്ടിയപ്പോൾ ബാങ്കിലിടുന്നതിനായി കാശ് മാറ്റി വെച്ചില്ല ബാല. അതിനു പകരമായി ലക്ഷ്മിക്കും ഉണ്ണിക്കുട്ടനും പുതിയ ബാഗും ബുക്കും മറ്റു കാര്യങ്ങളും യൂണിഫോമും ഒക്കെ വാങ്ങിക്കൊടുക്കുന്നതിനായി മാറ്റിവെച്ചു. സ്പൈഡർമാൻ്റെ ബാഗും ബുക്കും ബോക്സും ഒക്കെ കണ്ടപ്പോൾ ഉണ്ണിക്കുട്ടൻ സന്തോഷം കൊണ്ട് ബാലയെ കെട്ടിപ്പിടിച്ചു തെരെ ഉമ്മ വെച്ചു. എന്നാൽ ലക്ഷ്മിക്ക് ഇതൊക്കെ തന്നെ തൻ്റെ അവകാശമാണ് എന്നുള്ള ഭാവമായിരുന്നു. പതിവിലും കൂടുതൽ മേക്കപ്പ് ചെയ്താണ് ലക്ഷ്മിയുടെ നടപ്പിപ്പോൾ. പോളിടെക്നിക്കിൽ 3-ാം വർഷം തുടങ്ങിയപ്പോൾ അവൾ ആകെ മാറിപ്പോയി. ബസ് സ്റ്റോപ്പിൽ നിന്നും 1-2 കുട്ടികൾ കൂടി ടൗണിലേക്കുണ്ട് അവളോടൊപ്പം. കൂട്ടുകൂടിയാണ് ഇപ്പോൾ യാത്ര. ഉണ്ണിക്കുട്ടന് പിന്നെ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ 5 മിനിറ്റ് ഓട്ടം, അപ്പോഴേക്കും വീടെത്തും. ഈ ഒരു മാസം കൂടി കഴിഞ്ഞാൽ അംഗൻവാടിയിൽ പോകണ്ട, പഴയ ടീച്ചർ ജോയിൻ ചെയ്യും. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുമെന്നായി അമ്മയുടെയും മകളുടെയും ആശങ്ക. നീ ഇപ്പോഴേ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ സുമേ. അപ്പോഴേക്കും പൊന്നുമംഗലത്തുള്ളവർ ഇങ്ങെത്തില്ലേ? ജയ അവളെ സമാധാനിപ്പിച്ചു കൊണ്ടേയിരുന്നു. സ്കൂൾ തുറന്ന് 2 മാസം കഴിഞ്ഞു. ലക്ഷ്മിയോടൊപ്പം ബസ് സ്റ്റോപ്പിൽ നിന്നും കയറുന്ന ബീന അത്യാവശ്യം ബഹളക്കാരിയാണ്. ബസ്സിനുള്ളിലിരുന്ന് ഉറക്കെ സംസാരിച്ച് മറ്റുള്ളവരുടെ ശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കാൻ ആ കുട്ടിക്ക് പ്രത്യേക കഴിവാണ്. അതുകൊണ്ട് തന്നെ ബസ്സിലെ കണ്ടക്ടർ ജെയ്സനും അവളുമായി വലിയ ലോകത്തിലാണ്. എന്നാൽ ലക്ഷ്മി ഇതൊന്നും തന്നെ ബാധിക്കാത്തതുപോലെ മാറിയിരിക്കും. ഒരു ദിവസം രാവിലെ ബസ്സിൽ പതിവ് കണ്ടക്ടറായ ജെയ്സന് പകരം മറ്റൊരാളായിരുന്നു. അയാളോടും വലിയ വായിൽ വർത്തമാനം പറയുന്നത് കണ്ടപ്പോൾ ലക്ഷ്മിക്ക് അതിശയമായി. ഇവൾക്ക് എല്ലാവരെയും അറിയാമോ? ബസ് ഇറങ്ങുമ്പോൾ അവളത് ബീനയോട് ചോദിക്കുകയും ചെയ്തു. അത് ജെയ്സന്റെ ഒരു കൂട്ടുകാരനാണ്. പുള്ളിക്ക് ബസ്സിലൊന്നുമല്ല ജോലി. പിന്നെ ജെയ്സന് വരാൻ പറ്റാത്ത ദിവസങ്ങളിൽ അത്യാവശ്യം പറഞ്ഞാൽ വരും. ജെയ്സന്റെ വകയിലെ ഏതോ സ്വന്തക്കാരനാണ്. പേര് മാനുവൽ. എല്ലാവരും മനു എന്ന് വിളിക്കും. തന്നെക്കുറിച്ച് ബീനയോട് കാര്യമായി അന്വേഷിക്കുന്ന ലക്ഷ്മിയെ മനു ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വലിയ കളറൊന്നുമില്ലെങ്കിലും അവളെ കാണാൻ ചന്തമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവളിലേക്ക് പാറി വീഴുന്ന നോട്ടം എപ്പോഴോ അവളും ശ്രദ്ധിച്ചിരുന്നു. ബീനയോടൊപ്പം യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് 2 മാസത്തിലേറെയായിട്ടും തന്നെ ഒരാൾ പോലും ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നുള്ള ലക്ഷ്മിയുടെ ഉള്ളിലെ ആരോടും പറയാത്ത സങ്കടത്തിന് അങ്ങനെ ഒരു അറുതി വന്നു. തന്നെ ശ്രദ്ധിക്കാനും ഒരാളുണ്ട്. അതോർത്തപ്പോൾ തന്നെ അവൾക്ക് വല്ലാത്ത അഭിമാനം തോന്നി. അന്ന് വൈകുന്നേരം തിരികെ ബസ്സിൽ വരുമ്പോൾ മനുവിനെ ഒരിക്കൽ കൂടി കാണാൻ പറ്റുമോയെന്ന ചിന്തയിൽ വളരെ സന്തോഷത്തിലാണ് ലക്ഷ്മി വന്നത്. എന്നാൽ ബസ്സിനുള്ളിൽ കയറുമ്പോൾ മനുവിൻ്റെ സ്ഥാനത്ത് ജെയ്സൺ. അവനെ കണ്ടപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന സന്തോഷമൊക്കെ എവിടെയോ പോയി മറഞ്ഞു. എന്താടി ഇത്രയും നേരം പൂത്തിരി പോലെ തിളങ്ങിയിരുന്ന നിന്റെ മുഖം പെട്ടെന്ന് ഫ്യൂസ് പോയ ബൾബ് പോലെ ആയത്?
ബീന ചോദിക്കുമ്പോൾ ദേഷ്യത്തിൽ അവളെ നോക്കിയതല്ലാതെ ലക്ഷ്മി മറുപടിയൊന്നും പറഞ്ഞില്ല. രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നിന്റെ നോട്ടവും ചിരിയുമൊക്കെ. ആ ചേട്ടനെ വെറുതെ നോക്കണ്ട, അത് നേരത്തെ ബുക്കഡാണ് മനുവേട്ടൻ. മനുവേട്ടനോ? അപ്പോൾ നിനക്ക് അയാളെ നേരത്തെ അറിയാമോ? ലക്ഷ്മിക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ അറിഞ്ഞുകൂടാതെ, ജെയ്സന്റെ ഒരേ ഒരു ഫ്രണ്ട് അല്ലേ മനുവേട്ടൻ എന്ന മാനുവൽ. പുള്ളി ക്രിസ്ത്യാനിയാണ്. അതിനിപ്പോ എന്താ? അയ്യോ ഒന്നുമില്ല, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ബീന തൊഴുതുകൊണ്ട് ലക്ഷ്മിയെ നോക്കി. നിനക്കെന്താടി ആ ചേട്ടനെ അത്രയ്ക്ക് ഇഷ്ടമായോ? ലക്ഷ്മിയുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ചികഞ്ഞു പുറത്തിടാൻ തന്നെ തീരുമാനിച്ചു ബീന. എന്തുണ്ടോന്ന്? എനിക്കൊന്നുമില്ല. രാവിലെ നിന്റെ ആളിന് പകരം പുതിയൊരാളെ കണ്ടപ്പോൾ ഒന്ന് നോക്കി, അതല്ലാതെ എനിക്കെന്താ? ഉവ്വേ, എനിക്കത് മനസ്സിലായി നിന്റെ നോട്ടവും ഭാവവും കണ്ടപ്പോൾ. മാനുവലിനെ പിന്നീട് കാണാൻ പറ്റാത്തതിന്റെ നിരാശ മറച്ചുകൊണ്ട് ലക്ഷ്മി ബീനയോട് തട്ടിക്കയറി. സ്റ്റോപ്പ് എത്തിയപ്പോൾ ബീനയോടൊന്ന് പറയുക പോലും ചെയ്യാതെ ദേഷ്യത്തിൽ ലക്ഷ്മി ഇറങ്ങിപ്പോയി. ബീന ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തിയപ്പോൾ ജെയ്സനും അവളോടൊപ്പം സ്റ്റെപ്പിന് താഴേക്ക് വന്നു. എന്താടി നിന്റെ കൂട്ടുകാരി പിണങ്ങിപ്പോയതാണോ? ആവോ, അവളോട് തന്നെ പോയി ചോദിക്ക്. നിങ്ങളുടെ കൂട്ടുകാരൻ മാനുവലിനെ കാണാൻ പറ്റാത്തതിന്റെ ദേഷ്യത്തിലാണ് ആ പെണ്ണ് ഇറങ്ങിപ്പോയത്. ഇങ്ങനെയുണ്ടോ ഒരു സാധനം? പറഞ്ഞുകൊണ്ട് അവൾ നടന്നു നീങ്ങി. ഉണ്ണിക്കുട്ടൻ കൈവരിയിലിരുന്ന് ഉപ്പുമാവ് കഴിക്കുമ്പോഴാണ് ലക്ഷ്മി വന്നത്. ചേച്ചി എന്താ ഇന്ന് ഇത്ര താമസിച്ചത്? സാധാരണ കുറച്ചുകൂടി നേരത്തെ വരുന്നതാണല്ലോ. ഉണ്ണിക്കുട്ടന്റെ പതിവില്ലാത്ത ചോദ്യം കണ്ടപ്പോൾ ലക്ഷ്മിക്ക് ദേഷ്യം വന്നു. ഞാൻ എപ്പോൾ വരുന്നു എന്ന് നോക്കാൻ നിന്നെ ആരെങ്കിലും ഏർപ്പാട് ചെയ്തിട്ടുണ്ടോ? എൻ്റെ കാര്യം നീ നോക്കണ്ട, നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അവൻ്റെ തലയിൽ കിഴുക്കിക്കൊണ്ട് ലക്ഷ്മി അകത്തേക്ക് പോയി. ഉണ്ണിക്കുട്ടൻ്റെയും അവളുടെയും സംസാരം അകത്തിരുന്ന് ബാല ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ഒന്നും ചോദിക്കാനും പറയാനും പോയില്ല. കാരണം കുറച്ചു നാളായി ലക്ഷ്മിയുടെ സ്വഭാവം ബാലയ്ക്ക് അത്ര പിടിക്കുന്നില്ല. ഈ മാസം കഴിയുമ്പോൾ അംഗൻവാടിയിലെ ജോലി തീരും. അമ്മ പിന്നെ എന്ത് ചെയ്യും? ബാലയുടെ സങ്കടം കണ്ടപ്പോൾ സുജ അവളുടെ അടുത്തേക്ക് വന്നിരുന്നു. മോൾ ഇങ്ങനെ സങ്കടപ്പെട്ടാലോ? പൊന്നുമംഗലത്തുള്ളവർ വരാൻ അല്പം വൈകിയാലും ഇനി ആ കാലനെ പേടിക്കാതെ നിനക്കിവിടെ ജീവിക്കാമല്ലോ. അതല്ലമ്മേ, ഇപ്പോൾ തന്നെ അമ്മ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഈ ഒരു വരുമാനം കൂടി നിന്നാൽ എന്ത് ചെയ്യും? ഉണ്ണിക്കുട്ടൻ്റെയും ലക്ഷ്മിയുടെയും പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? ലക്ഷ്മിക്ക് ഡിഗ്രിക്ക് കോളേജിൽ എവിടെയെങ്കിലും അഡ്മിഷൻ വേണമെന്നല്ലേ? അതിനെല്ലാത്തിനും കൂടി നല്ല കാശ് ചെലവുണ്ടാകും. അതുപോലെ ഇനി വീട്ടിലിരുന്നാൽ മുഷിവാവും. ഞാൻ ജയയോട് പറയട്ടെ, അവിടുത്തെ കാര്യസ്ഥനെ കണ്ടിട്ട് എന്താണെന്ന് തിരക്കാം. അമ്മ ലക്ഷ്മിയുടെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവൾക്കത് കുറ്റമായിട്ടേ തോന്നൂ. ഈ പ്രായമാണ്. ഇപ്പോൾ തന്നെ അവളുടെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റമുള്ളതുപോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്തെങ്കിലും പറഞ്ഞാൽ അവൾക്കത് ഇഷ്ടമാവില്ല. ഞാനും കാണുന്നുണ്ട് അവളുടെ ഒരുക്കവും നടപ്പുമൊക്കെ. അവൾക്ക് അയാളുടെ അതേ സ്വഭാവമാണ്. ആരെയും വകവയ്ക്കാത്തത്. നീ അതോർത്ത് വിഷമിക്കേണ്ട, ഞാൻ ശ്രദ്ധിച്ചോളാം. അടുത്ത ദിവസം പണിക്ക് പോകുമ്പോൾ തന്നെ പൊന്നുമംഗലത്തെ ജോലിയുടെ കാര്യം ജയയോട് തിരക്കി. ഞാനത് നിന്നോട് പറയാൻ മറന്നുപോയി. അവിടത്തെ ശ്രീമംഗല തമ്പുരാട്ടിക്ക് എന്തോ അപകടം പറ്റി ഹോസ്പിറ്റലിലാണെന്ന് കാര്യസ്ഥൻ ശിവശങ്കരൻ പറഞ്ഞറിഞ്ഞു. അതുകൊണ്ട് തൽക്കാലം അവർ വരുന്നില്ല. ഷോ, ഇതെന്ത് കഷ്ടമാണെന്ന് നോക്കിക്കേ. എൻ്റെ കൊച്ചിന് എന്തോ കാലക്കേടാണെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഇവരുടെ യാത്ര ഇങ്ങനെ നീട്ടിവെക്കുമോ? നീ ഒന്ന് സമാധാനപ്പെട്. എന്തായാലും ഇനിയുമുണ്ടല്ലോ 10-15 ദിവസം കൂടി. ജയ സമാധാനപ്പെടുത്തി. ഒന്നുമില്ലെങ്കിലും ഇപ്പോൾ ആ കാലനെ പേടിക്കാതെ കിടന്നുറങ്ങാമല്ലോ അവൾക്ക്. അതൊക്കെ ശരി തന്നെ സുമേ. എന്നാലും തൊഴിലുറപ്പിൻ്റെ പണിയുള്ളപ്പോഴല്ലേ എനിക്ക് ശമ്പളമുള്ളൂ. കുടുംബം കഴിഞ്ഞു പോകണ്ടേ? ഇപ്പോൾ തന്നെ 3 മാസം കൊണ്ട് ബാലയുടെ ശമ്പളം കൂടി എടുത്താണ് കാര്യങ്ങൾ ഒരു വിധത്തിൽ കൊണ്ടുപോകുന്നത്. കുടുംബശ്രീയിൽ തന്നെ വേണം ഏകദേശം 2000 രൂപ. പിന്നെ പെണ്ണിന് ബസ് കൂലി, അങ്ങനെ ഓരോന്ന് ആലോചിക്കുമ്പോൾ തലയ്ക്ക് പെരുപ്പാണ്. വൈകുന്നേരം പണി കഴിഞ്ഞ് വന്നപ്പോൾ ജയ പറഞ്ഞ കാര്യങ്ങൾ ബാലയോട് പറഞ്ഞു. അടുത്ത ദിവസം അംഗൻവാടിയിൽ ചെല്ലുമ്പോൾ ടീച്ചർ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും 4-5 ദിവസം കൂടിയല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ വന്നേക്കാമെന്ന് കരുതി. ഈ മാസം തീരുന്നത് വരെ ബാല വന്നോളൂ കേട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല. 30-ാം തീയതിയുടെ അന്ന് ബാല അംഗൻവാടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചില കുഞ്ഞുങ്ങളൊക്കെ അവളെ ചുറ്റിപ്പിടിച്ച് കരച്ചിലായിരുന്നു. ബാല എങ്ങനെ സങ്കടപ്പെട്ടു പോകുമെന്ന് ഞങ്ങൾക്ക് വിഷമമാണ്.
ഗോമതി ചേച്ചി അവളുടെ അടുത്തേക്ക് വന്നു. മുഖത്തും കവിളിലുമൊക്കെ തലോടി. അടുത്തായതുകൊണ്ട് മോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരണം കേട്ടോ. ഗോമതി ചേച്ചിയും അവൾ പോകുന്നതിൽ വലിയ സങ്കടമായിരുന്നു. അംഗൻവാടിയിൽ നിന്ന് തിരികെ വരുമ്പോൾ ബാല പ്രസിഡന്റിന്റെ വീട്ടിലേക്ക് ചെന്നു. അവളെ കണ്ട ഉടനെ രമണി കൈപിടിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മോളായിരുന്നോ? പ്രസിഡന്റും പുറത്തേക്ക് ഇറങ്ങി വന്നു. ഇന്നത്തോടുകൂടി അംഗൻവാടിയിലെ സേവനം നിർത്തുകയാണ്. ഇത് സാർ എനിക്ക് തന്ന മൊബൈൽ ഫോൺ. ചെയ്തു തന്ന ഉപകാരങ്ങൾക്കൊക്കെ വളരെ നന്ദിയുണ്ട്. അവൾ ആ ഫോൺ മേശമേൽ വെച്ചു. തുടരും രുദ്രപ്രിയ. എൻ്റെ സ്റ്റോറി വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ സ്റ്റോറി ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ കൂട്ടുകാരെ. ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാകും, അതൊക്കെ ക്ഷമിക്കുമെന്ന് കരുതുന്നു. തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. നിറയെ സ്നേഹത്തോടെ രുദ്ര.